തന്നെ മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം തടയണമെന്നാവശ്യപ്പെട്ട് പോലീസ് സംരക്ഷണം തേടി കുംഭമേളയിലെ വൈറൽ പെൺകുട്ടി. തനിക്ക് 18 വയസ്സായെന്നും പരാതിയിൽ പറയുന്നുണ്ട്. മുഖ്യമന്ത്രിക്കും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കുമാണ് പരാതി നൽകിയത്. വൈറൽ പെൺകുട്ടി വിവാഹവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണത്തിന് മധ്യപ്രദേശ് പോലീസ് കൊച്ചിയിലെത്തി. മധ്യപ്രദേശ് പോലീസ് വന്നിട്ടുണ്ട്, ബട്ട് ഹൈക്കോടതിന്റെ പരിധിയിലല്ലേ. ഹൈക്കോർട്ട് ഓർഡർ ഇസ് ദർ. മധ്യപ്രദേശ് പോലീസ് ദേ ഹാവ് എ കേസ്, ദേ ആർ അത് അന്വേഷിച്ച് അവർ വന്നിട്ടുണ്ട്. ഹൈക്കോടതി ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്, അതിനുடைய കാപ്പി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹൈക്കോടതി 20-ാം തീയതി വരെ സ്റ്റേ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം അതനുസരിച്ച് അവരും ചെയ്യുമായിട്ട്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, പോക്സോ കേസ് എടുത്തിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഉത്തരേന്ത്യൻ പോലീസാണ്. നിലവിൽ എന്താണ് അവരുടെ അന്വേഷണ നടപടികൾ? പെൺകുട്ടി ഇവിടെ തന്നെ തുടരണമെന്ന ആവശ്യത്തിൽ എന്തെങ്കിലും തരത്തിൽ കേരള പോലീസ് തീരുമാനമെടുക്കാൻ പറ്റുമോ സുരക്ഷ ഒരുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ? ഇന്ന് രാവിലെയാണ് മധ്യപ്രദേശ് പോലീസ് കൊച്ചിയിലേക്ക് എത്തിയത്. രാവിലെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലെത്തി അവർ സ്ഥിതിവിവരങ്ങൾ തേടിയിരുന്നു. പ്രധാനമായും തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഈ പെൺകുട്ടി താമസിക്കുന്നു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തൃക്കാക്കരയിലേക്ക് എത്തിയത്. പക്ഷേ തൃക്കാക്കര പോലീസ് അത്തരത്തിലൊരു വിവരം അവർക്ക് കൈമാറിയിട്ടില്ല. നിലവിൽ അവർ നഗരത്തിൽ തന്നെ ഉണ്ട്. ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയും മറ്റ് 3 പുരുഷ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഉണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഈ പെൺകുട്ടി ഇന്നലെ തന്നെ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ കമ്മീഷണർക്കും സുരക്ഷിതത്വം ആവശ്യപ്പെട്ടുകൊണ്ട്, പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ട്. തന്നെ ഇവിടുന്ന് മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം തടയണം എന്നുള്ളതാണ് ആ പെൺകുട്ടിയുടെ ആവശ്യം. ഒപ്പം 18 വയസ്സായി തനിക്ക് എന്ന് സൂചിപ്പിക്കുന്ന ആധാർ കാർഡ് രേഖകളടക്കം ഈ പരാതിയിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നത് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഹൈക്കോടതിയിൽ നിലനിൽക്കുകയാണ്. അതായത് ഈ കേസിലെ പ്രധാന പ്രതി ഫർമാനാണ്. ഫർമാന്റെ അറസ്റ്റ് മെയ് 20 വരെ ജസ്റ്റിസ് കൗസർ ഇടപ്പകത്തിന്റെ ബെഞ്ച് തടഞ്ഞിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഫർമാനെ ഇവിടെ നിന്ന് കൊണ്ടുപോകുക എന്നുള്ളത് സാധ്യമല്ല. പക്ഷേ ആ പെൺകുട്ടിയെ കൊണ്ടുപോകുന്നതിന് മറ്റ് നിയമ തടസ്സങ്ങളില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ പോക്സോ കേസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 16 വയസ്സാണ് പെൺകുട്ടിയുടെ പ്രായം. അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടി ഒരു വിക്റ്റിമാണ്. ആ പെൺകുട്ടിയെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി അവിടുത്തെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം പോലീസിനുണ്ട്. ഒരുപക്ഷെ അതിനുവേണ്ടി ആയിരിക്കാം ആ പോലീസ് ഇങ്ങോട്ടേക്ക് എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പോലീസ് സുരക്ഷ അടക്കം ആവശ്യപ്പെട്ട് പെൺകുട്ടി നൽകിയ പരാതി നിലവിൽ മുഖ്യമന്ത്രിക്ക് മുമ്പിൽ. എന്തായാലും പറഞ്ഞതുപോലെ മഹാരാഷ്ട്ര മധ്യപ്രദേശ് പോലീസ് കേരളത്തിന്റെ അന്വേഷണം തുടരുന്നതിനിടെയാണ് പെൺകുട്ടി സുരക്ഷ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള പോലീസിലടക്കം ഒരു പരാതി നൽകിയിരിക്കുന്നത്. വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.